നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി ശ്വാസമെടുത്ത ആ മനുഷ്യൻ ആരായിരിക്കും? കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചു മരിച്ച ഈ ഭൂമിയിലേക്ക് ആദ്യമായി കാൽപാദം പതിപ്പിച്ച ആ പ്രവാചകൻ. മലക്കുകൾ പോലും അത്ഭുതത്തോടെ അള്ളാഹുവിനോട് ചോദിച്ചു, നാഥ, എന്തിനാണ് അവനെ സൃഷ്ടിക്കുന്നത് എന്ന്. എന്നാൽ അള്ളാഹുവിന് വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇബ്ലീസിന്റെ അഹങ്കാരത്തെ തകർത്തുകൊണ്ട് അള്ളാഹു തന്റെ കൈകളാൽ രൂപം നൽകിയ നമ്മുടെ എല്ലാം പിതാവ് ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ഇത് നിങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കും, തീർച്ച. ഭൂമിയും ആകാശവും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞ കാലം അള്ളാഹു മലക്കുകളുടെ മുന്നിൽ വെച്ച് ആ വലിയ പ്രഖ്യാപനം നടത്തി. തീർച്ചയായും ഭൂമിയിൽ ഞാനൊരു പ്രതിനിധിയെ അഥവാ ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ്. ഈ വാക്ക് കേട്ടതും മലക്കുകളുടെ ഉള്ളിൽ ഒരു ഭയം തോന്നി. അവർ അള്ളാഹുവിനോട് വളരെ വിനയത്തോടെ ചോദിച്ചു, നാഥ, നിന്നെ എപ്പോഴും കീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്ന ഞങ്ങൾ ഇവിടെയുള്ളപ്പോൾ ഭൂമിയിൽ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചോര ചിന്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെയാണോ നീ സൃഷ്ടിക്കുന്നത്? അപ്പോൾ സർവശക്തനായ അള്ളാഹു നൽകിയ മറുപടി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള ആദരവ് നിറയും. അള്ളാഹു പറഞ്ഞു, തീർച്ചയായും നിങ്ങൾക്കറിയാത്ത പലതും ഞാൻ അറിയുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ അറിവ് എത്രയോ വിശാലമാണ്. മലക്കുകൾക്ക് പോലും അറിയാത്ത പലതും അള്ളാഹു നേരത്തെ കണ്ടിരുന്നു. അള്ളാഹു മലക്കുകളോട് ഭൂമിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് കൊണ്ടുവരാൻ കൽപ്പിച്ചു. ചുവന്ന മണ്ണും കറുത്ത മണ്ണും മൃദുവായ മണ്ണും കഠിനമായ മണ്ണുമെല്ലാം അതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യർക്കിടയിൽ വെളുത്തവനും കറുത്തവനും ശാന്ത സ്വഭാവക്കാരനും ദേശക്കാരനുമുള്ളത്. ആ മണ്ണ് കുഴച്ച് അള്ളാഹു ഒരു രൂപമുണ്ടാക്കി. അതിലേക്ക് അള്ളാഹു തന്റെ റൂഹ്, അതായത് ആത്മാവ് ഊതിയ ആ നിമിഷം ആ രൂപത്തിന് ജീവൻ വെച്ചു. കണ്ണു തുറന്ന ആദം നബി അലൈഹിസ്സലാം ആദ്യം ചെയ്തത് എന്താണെന്നറിയുമോ? അദ്ദേഹം ഒന്ന് തുമ്മി. ഉടനെ മലക്കുകൾ പറഞ്ഞു കൊടുത്തതുപോലെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ആ ആദ്യത്തെ വാക്ക് പുറത്തു വന്നു, അൽഹംദുലില്ലാ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. മനുഷ്യന്റെ നാവിൽ നിന്ന് ഭൂമിയിൽ ആദ്യം വീണ വാക്ക് അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടുള്ളതായിരുന്നു. ഉടനെ അള്ളാഹു മറുപടി നൽകി, ആദം, നിന്റെ നാഥൻ നിന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. അതിനുശേഷം അള്ളാഹു അവിടെയുള്ള എല്ലാവരോടും ആദം നബിയെ ആദരിച്ചുകൊണ്ട് സജദ ചെയ്യാൻ കൽപ്പിച്ചു. മലക്കുകളെല്ലാം ഒരേപോലെ സജദ ചെയ്തു. എന്നാൽ അവിടെയുണ്ടായിരുന്ന ഇബ്ലീസ് മാത്രം തലയുയർത്തിപ്പിടിച്ച് അഹങ്കാരത്തോടെ മാറി നിന്നു. അള്ളാഹു അവനോട് ചോദിച്ചു, ഇബ്ലീസേ, ഞാൻ കൽപ്പിച്ചിട്ടും നീ എന്തുകൊണ്ട് സജദ ചെയ്തില്ല? അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു, ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാണ്. എന്നെ നീ സൃഷ്ടിച്ചത് തീയിനാലാണ്, അവനെ സൃഷ്ടിച്ചതോ വെറും മണ്ണ് കൊണ്ടും. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇബ്ലീസിനെ അള്ളാഹുവിന്റെ ശാപത്തിന് ഇരയാക്കിയതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും അവൻ വ്യഭിചാരം ചെയ്തതുകൊണ്ടോ മോഷണം നടത്തിയതുകൊണ്ടോ ആയിരുന്നില്ല. മറിച്ച് അവന്റെ മനസ്സിലുണ്ടായ അഹങ്കാരം എന്ന ഒരൊറ്റ തെറ്റുകൊണ്ടാണ്. ഞാനാണ് വലിയവൻ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മളും ഇബ്ലീസിന്റെ വഴിയിലാണ്. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ. സ്വർഗത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് കൂട്ടായി ഹവ്വ ബീവിയെയും ലഭിച്ച് ആദം നബി അലൈഹിസ്സലാം ജീവിച്ചു. എന്നാൽ അവിടെ അവർക്കായി വലിയൊരു കെണി ഒരുങ്ങുന്നുണ്ടായിരുന്നു. അള്ളാഹു വിലക്കിയ ആ ഒരു കനി, അത് കഴിപ്പിക്കാൻ ഇബ്ലീസ് എന്തെല്ലാം തന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് യാതൊരു കുറവുകളുമില്ലാതെ ജീവിച്ച നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമും ഉമ്മ ഹവ്വ ബീവിയും, എന്നാൽ അള്ളാഹുവിന്റെ ശാപം കിട്ടി പുറത്തായ ഇബ്ലീസിന്റെ ഒരേയൊരു ലക്ഷ്യം അവരെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു. അതിനായി അവൻ ഒരുക്കിയ ആ ചതി എന്തായിരുന്നു? ഒടുവിൽ ഭൂമിയിലേക്ക് വീണപ്പോൾ അവർ ഒഴുക്കിയ കണ്ണീരിന്റെ ആഴം എത്രത്തോളമായിരുന്നു? നമുക്ക് കേൾക്കാം. അള്ളാഹു ആദം നബിക്കും ഹവ്വ ബീവിക്കും സ്വർഗത്തിലെ എല്ലാ കനികളും ഭക്ഷിക്കാൻ അനുവാദം നൽകി. എന്നാൽ ഒരു പ്രത്യേക മരത്തെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ മരത്തെ സമീപിക്കരുത്, അതിൽ നിന്ന് ഭക്ഷിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അതിക്രമാരികളിൽ പെട്ടുപോകും. ഇത് മനസ്സിലാക്കിയ ഇബ്ലീസ് വേഷപ്രച്ഛന്നനായി അവരുടെ അടുത്തെത്തി. അവൻ വളരെ സ്നേഹത്തോടെ അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ,
അള്ളാഹു നിങ്ങളോട് ഈ കനി തിന്നരുതെന്ന് പറയാൻ കാരണം എന്താണെന്നറിയുമോ? ഇത് തിന്നാൽ നിങ്ങൾ മലക്കുകളായി മാറിപ്പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും മരണം സംഭവിക്കില്ല. നിങ്ങൾ എന്നും സ്വർഗത്തിൽ വാഴും. ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്. എന്നെ വിശ്വസിക്കൂ. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്താണ് ഇബ്ലീസ് അവരെ വിശ്വസിപ്പിച്ചത്. ഒടുവിൽ ഇബ്ലീസിന്റെ ആ കള്ളച്ചതിയിൽ അവർ അറിയാതെ വീണുപോയി. അവർ ആ മരത്തിലെ കനി എടുത്തു ഭക്ഷിച്ചു. ആ കനി അവരുടെ ഉള്ളിലേക്ക് ചെന്ന ആ നിമിഷം സ്വർഗത്തിൽ അവർ ധരിച്ചിരുന്ന ആ ദിവ്യവസ്ത്രങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. തങ്ങൾ നഗ്നരാക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അവർ ഭയന്നുപോയി. നാണക്കേടുകൊണ്ട് അവർ സ്വർഗത്തിലെ മരങ്ങളുടെ ഇലകളെടുത്ത് തങ്ങളുടെ ശരീരം മറക്കാൻ തുടങ്ങി. ആ സമയത്താണ് സർവശക്തനായ അള്ളാഹുവിന്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങിയത്. ആ മരത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിലക്കിയിരുന്നില്ലേ? തീർച്ചയായും പിശാച് നിങ്ങളുടെ പരസ്യമായ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? തങ്ങൾക്ക് പറ്റിയ തെറ്റ് അവർക്ക് മനസ്സിലായി. അവർ അള്ളാഹുവിനോട് തർക്കിക്കാൻ നിന്നില്ല. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയില്ല. അവർ നെഞ്ചുപൊട്ടി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി. അള്ളാഹു കൽപ്പിച്ചു, നിങ്ങൾ ഇവിടെയുള്ളവർ പരസ്പരം ശത്രുക്കളായിക്കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവുക. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ജനവാസമില്ലാത്ത വിജനമായ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടു. ചരിത്രരേഖകൾ പ്രകാരം ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിലെ ലങ്കയിലും ഹവ്വ ബീവി ജിദ്ദയിലുമാണ് വന്നിറങ്ങിയത്. സ്വർഗത്തിലെ ആ സുഖലോലുപതിയിൽ നിന്ന് കല്ലും മുള്ളും നിറഞ്ഞ ഈ ഭൂമിയിലേക്ക് പരസ്പരം കാണാനാവാതെ അവർ അലഞ്ഞു തിരിഞ്ഞു. തനിക്ക് പറ്റിയ തെറ്റോർത്ത് ആദം നബി അലൈഹിസ്സലാം കരയാൻ തുടങ്ങി. ചരിത്രകാരന്മാർ പറയുന്നു, ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ വർഷങ്ങളോളം കരഞ്ഞു തീർത്തു. അള്ളാഹുവെ ഓർത്ത് ഭയന്ന് ആകാശത്തേക്ക് മുഖമുയർത്താൻ പോലും അദ്ദേഹം മടിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റു പറ്റിയപ്പോൾ ഇബ്ലീസും ആദം നബിയും ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഇബ്ലീസ് ചെയ്തത് അഹങ്കാരമാണ്. ഞാൻ ചെയ്തത് ശരിയാണെന്ന് അവൻ വാദിച്ചു. എന്നാൽ ആദം നബി അലൈഹിസ്സലാം ചെയ്തത് തൗബയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞു മാപ്പ് അപേക്ഷിച്ചു. നമ്മളിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഇബ്ലീസിനെ പോലെ അഹങ്കരിക്കുകയാണോ അതോ ആദം നബിയെ പോലെ കരഞ്ഞു മടങ്ങുകയാണോ വേണ്ടത്? നമ്മൾ ചിന്തിക്കുക. ഒടുവിൽ ആ കണ്ണീരിന് അള്ളാഹു ഉത്തരം നൽകി. അള്ളാഹു അവർക്ക് മാപ്പ് നൽകി അനുഗ്രഹിച്ചു. വർഷങ്ങളുടെ വിരഹത്തിന് ശേഷം അവർ അറഫ മൈതാനത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടി. അങ്ങനെ ഭൂമിയിൽ വെച്ച് ഒന്നായ ആദം നബി അലൈഹിസ്സലാമും ഹവ്വ ബീവിയും അവിടെ നിന്ന് മനുഷ്യവംശം വളരാൻ തുടങ്ങി. അവർക്ക് മക്കളുണ്ടായി. എന്നാൽ സ്വർഗത്തിൽ വെച്ച് തന്റെ പിതാവിനെ ചതിച്ച ഇബ്ലീസ് ഭൂമിയിലും അവരെ വെറുതെ വിട്ടില്ല. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകത്തിന് ഭൂമി സാക്ഷ്യം വഹിച്ചത് എങ്ങനെയാണ്? ഒടുവിൽ നമ്മുടെയെല്ലാം പിതാവ് ഈ ദുനിയാവിനോട് വിട പറഞ്ഞത് എങ്ങനെയായിരിക്കും? നമുക്ക് കേൾക്കാം. ആദം നബി അലൈഹിസ്സലാമിന് ജനിച്ച മക്കളിൽ പ്രമുഖരായിരുന്നു ഹാബീലും കാബീലും. ഹാബീൽ വളരെ ശാന്തനും അള്ളാഹുവെ ഭയപ്പെടുന്നവനുമായിരുന്നു. എന്നാൽ കാബീൽ അല്പം ദേഷ്യക്കാരനും ദുർവാശിക്കാരനുമായിരുന്നു. അവർ തമ്മിൽ ഒരു കാര്യത്തിൽ തർക്കമുണ്ടായപ്പോൾ ആദം നബി അലൈഹിസ്സലാം അവരോട് അള്ളാഹുവിന്റെ പ്രീതിക്കായി ഓരോ ബലി അർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ആരുടെ ബലിയാണോ അള്ളാഹു സ്വീകരിക്കുന്നത് അവരുടെ വാദമാണ് ശരിയെന്ന് തീരുമാനിക്കപ്പെട്ടു. ഹാബീൽ തന്റെ ആടുകളിൽ വെച്ച് ഏറ്റവും നല്ലതിനെ അള്ളാഹുവിനായി സമർപ്പിച്ചു. കാബീലാകട്ടെ തന്റെ കൃഷിയിലെ ഏറ്റവും മോശം വിളവുകളാണ് എടുത്തുവെച്ചത്. ആകാശത്തു നിന്ന് ഒരു തീ വന്ന് ഹാബീലിന്റെ ബലി സ്വീകരിച്ചു. തന്റെ ബലി സ്വീകരിക്കപ്പെടാത്തതിനാൽ കാബീലിന്റെ ഉള്ളിൽ അസൂയ മൂത്തു. ഇബ്ലീസ് അവന്റെ മനസ്സിൽ വന്ന് ദുർമന്ത്രം നൽകി. അവൻ ഹാബീലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലും. അപ്പോൾ ഭയഭക്തിയോടെ ഹാബീൽ നൽകിയ മറുപടി ഖുർആനിലുണ്ട്. നീ എന്നെ കൊല്ലാൻ കൈനീട്ടിയാലും നിന്നെ കൊല്ലാൻ ഞാൻ കൈനീട്ടില്ല. കാരണം ഞാൻ പ്രപഞ്ചനാഥനായ അള്ളാഹുവെ ഭയപ്പെടുന്നു. തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുന്നത് മുത്തക്കീങ്ങളിൽ നിന്ന് മാത്രമാണ്. എന്നാൽ അസൂയ മൂത്ത കാബീൽ തന്റെ സ്വന്തം സഹോദരനായ ഹാബീലിനെ അടിച്ചു കൊലപ്പെടുത്തി. മനുഷ്യ ചരിത്രത്തിൽ ഭൂമിയിൽ വീണ ആദ്യത്തെ മനുഷ്യ ചോരയായിരുന്നു അത്.
കൊന്നു കഴിഞ്ഞപ്പോഴാണ് കാബീലിന് ഭയം തോന്നിയത്. സഹോദരന്റെ മൃതദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചു നിന്നു. ആ സമയത്ത് അള്ളാഹു അവിടെ ഒരു കാക്കയെ അയച്ചു. ആ കാക്ക മണ്ണുമാന്തി മറ്റൊരു ചത്ത കാക്കയെ മറവ് ചെയ്യുന്നത് കാബീൽ കണ്ടു. അത് കണ്ടപ്പോൾ അവൻ അലറിക്കരഞ്ഞു, കഷ്ടം, ഈ കാക്കയെ പോലെ ആകാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. തന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് തകർന്നുപോയി. എങ്കിലും അദ്ദേഹം അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമ കൈക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ 2 വിപത്തുകളാണ് അസൂയയും ധാർഷ്ട്യവും. ഇബ്ലീസ് അഹങ്കാരം കൊണ്ട് നശിച്ചപ്പോൾ കാബീൽ നശിച്ചത് അസൂയ കൊണ്ടാണ്. മറ്റുള്ളവർക്ക് നന്മ വരുന്നത് കണ്ട് നമ്മുടെ മനസ്സ് കത്തുന്നുണ്ടെങ്കിൽ നമ്മൾ കാബീലിന്റെ വഴിയിലാണെന്ന് ഓർക്കുക. വർഷങ്ങൾ കടന്നുപോയി. ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച് ഒരുപാട് മക്കൾക്കും പേരമക്കൾക്കും ജന്മം നൽകി. ഏകദേശം 1000ഓളം വർഷം ജീവിച്ച ശേഷം ആദം നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന്റെ സമയമെത്തി. മരണത്തിന്റെ മലക്ക് അദ്ദേഹത്തിന്റെ അരികിലെത്തി. തന്റെ റൂഹ് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം തികച്ചും ശാന്തനായിരുന്നു. മലക്കുകൾ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയുമായാണ് വന്നത്. അവർ അദ്ദേഹത്തെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകി. എന്നിട്ട് മലക്കുകൾ മനുഷ്യരോട് പറഞ്ഞു, ഓ ആദമിന്റെ മക്കളെ, ഇതാണ് മരണപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ രീതി. അങ്ങനെ ഭൂമി കണ്ട ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ പ്രവാചകൻ മണ്ണിലേക്ക് തന്നെ മടങ്ങി. പ്രിയപ്പെട്ടവരെ, ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വെറും ഒരു കഥയല്ല. നമ്മൾ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്, മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് എന്ന വലിയ സത്യം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. എന്നാൽ തെറ്റു പറ്റിയാൽ അള്ളാഹുവിലേക്ക് കരഞ്ഞു മടങ്ങുന്നവരാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. അള്ളാഹു നമ്മുടെ എല്ലാം പാപങ്ങൾ പുറത്തു തരട്ടെ. നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ചരിത്രം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് കൂടി പങ്കുവെക്കുക. അടുത്ത ഒരു നല്ല ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം.